മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി ഇന്നും തെരച്ചിൽ. കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട കേരള എസ്റ്റേറ്റ് പരിസരത്താണ് ദൗത്യസംഘം. ഇതിനിടെ നിലമ്പൂർ സബ് ഡിഎഫ്ഒ ധനിക് ലാൽ തെന്നിവീണ കാലിന് പരിക്കേറ്റു. കേരള എസ്റ്റേറ്റിന് സമീപത്ത് കണ്ണൻകൈ ഭാഗത്തായാണ് കടുവയെ കണ്ടത്. ഇതോടെ ദൗത്യസംഘം ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചു. പക്ഷെ പിന്നീട് കടുവയെ കണ്ടില്ല. കേരള എസ്റ്റേറ്റ് പരിസരങ്ങളിൽ കൂടി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ കണ്ട ഭാഗത്ത് കൂടും വെച്ചിട്ടുണ്ട്. ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറിനെ ആക്രമിച്ച അടക്കാക്കുണ്ട് റാവുത്തൻ മലയിൽ 100ഓളം നിരീക്ഷണ ക്യാമറകളാണുള്ളത്. 4 സംഘങ്ങളായാണ് പരിശോധന. ദൗത്യത്തിനിടെ നിലമ്പൂർ ഡിഎഫ്ഒ ധനിക് ലാലിന് തെന്നിവീണ് കാലിന് പരിക്കേറ്റു. ചെങ്കുത്തായ പ്രദേശമായതിനാൽ ദൗത്യം ദുഷ്കരമാണ്. ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ ഉപയോഗിച്ച് രാത്രിയും നിരീക്ഷിച്ചു വന്നു. കടുവയെ വേഗത്തിൽ പിടികൂടാനാവുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. കൈരളി ന്യൂസ്, മലപ്പുറം.